1 2 ഇവിടെ 3 4. ഓപ്പറേഷനിൽ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് വാൾവ് റിപ്പയർ ആണ്. വാൾവ് മാറ്റി വയ്ക്കുന്ന ഓപ്പറേഷൻസിന് വേറെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകില്ല. പേഷ്യൻ്റ് റെഗുലറായിട്ട് മെഡിസിൻസ് കഴിക്കുകയും എവറി 6 മന്ത്സ് ചെക്കപ്പ് ചെയ്യുകയും മാത്രം ചെയ്താൽ മതി. വാൾവ് ഡിസീസസ് അല്ലെങ്കിൽ വാൾവിനെ ബാധിക്കുന്ന അസുഖങ്ങൾ 2 രീതിയിലുണ്ടാകാം. ഒന്ന് ജന്മന ഉണ്ടാകുന്ന അസുഖങ്ങളും, രണ്ടാമത് നമ്മൾ അക്വേർഡ് ഹാർട്ട് ഡിസീസ് എന്ന് പറയും. അതായത് റുമാറ്റിക് ഫീവർ, സന്ധിവാതം പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് അൺറെഗുലറായിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അത് ഹാർട്ടിൻ്റെ വാൾവ്സിനെ ബാധിക്കാം. അതിന് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയും. അത് ഹാർട്ടിനുള്ളിലുള്ള 2 വാൾവുകളെ ബാധിക്കാം. ഹാർട്ടിൻ്റെ ഉള്ളിൽ 4 അറകളാണുള്ളത്. അത് കാരണം 4 അറകൾക്കും ഓരോ വാതിലൂരെ ഉണ്ട്. അതിനെ നമ്മൾ വാൾവ്സ് എന്ന് പറയുന്നത്. 1 2 ഇവിടെ 3 4. ഇതിൻ്റെ ഹാർട്ടിൻ്റെ ഇടതുവശത്തുള്ള 2 വാൾവുകളെയാണ് സാധാരണഗതിയിൽ റുമാറ്റിക് ഫീവർ ബാധിക്കുക. അതിലും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള മൈട്രൽ വാൾവ്. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ മൈട്രൽ വാൾവ് എന്ന് പറഞ്ഞാൽ ഈ വാൾവിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുക. രണ്ടാമത് ഇവിടെയുള്ളൊരു വാൾവുണ്ട്, അയോട്ടിക് വാൾവ് എന്ന് പറയും. ഈ 2 വാൾവിനെയും ബാധിക്കുന്ന അസുഖങ്ങളാണ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത്. വാൾവിൻ്റെ ഓപ്പറേഷൻസിൽ നമ്മളെപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് പേഷ്യൻറ്റിൻ്റെ സ്വന്തം വാൾവ് റീറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് മാറ്റി വയ്ക്കാതെ റിപ്പയർ ചെയ്ത് അത് തന്നെ രോഗിക്ക് മുന്നോട്ട് ജീവിതകാലം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഓപ്പറേഷനിൽ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് വാൾവ് റിപ്പയർ ആണ്. ചില കാര്യങ്ങളിൽ നമുക്ക് വാൾവ് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ചില പേഷ്യൻസിൻ്റെ വാൾവ് ടോട്ടലി ഡാമേജ് ആയിപ്പോവും. വാൾവ് മാത്രമല്ല, വാൾവിന് താഴെയുള്ള ഭാഗങ്ങളിൽ ഡാമേജ് വരാം. അങ്ങനെയുള്ള വാൾവ് റിപ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം നമ്മൾ ആ വാൾവ് മാറ്റിയിട്ട് അവിടെ ഒരു കൃത്രിമമായിട്ടുള്ളൊരു വാൾവ് വയ്ക്കുക ചെയ്യുന്നത്. ആ കൃത്രിമമായ വാൾവ് തുന്നിച്ചേർത്താലും ആ വാൾവും സാധാരണഗതിയിൽ 35 വർഷം 40 വർഷം വരെ ഒരു പ്രശ്നവുമില്ലാതെ പേഷ്യൻറ്റിനെ നോർമലി ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നതാണ്. വാൾവ് മാറ്റി വയ്ക്കുന്ന ഓപ്പറേഷൻസിന് വേറെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകില്ല. പേഷ്യൻ്റ് റെഗുലറായിട്ട് മെഡിസിൻസ് കഴിക്കുകയും എവറി 6 മന്ത്സ് ചെക്കപ്പ് ചെയ്യുകയും മാത്രം ചെയ്താൽ മതി. ഓപ്പറേഷൻ റിസ്ക്കും ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ കിട്ടുന്ന പുതിയ വാൾവുകളുടെ ഡ്യൂറബിലിറ്റി നല്ലതാണ്. പേഷ്യൻറ്റിന് വാൾവ് ഡിസീസ് വന്നു കഴിഞ്ഞാൽ റിപ്പയർ ഓർ റീപ്ലേസ്മെൻറ്റ് ഇത് നിർബന്ധമായും ചെയ്തിരിക്കണം. അത് ചെയ്യാതെ സർജറി നീട്ടിക്കൊണ്ടുപോയാൽ ഹാർട്ട് വീക്കായി ഡാമേജ് ആയാൽ അതിനുശേഷം ഓപ്പറേഷൻ ചെയ്താലും രോഗിക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടത്തില്ല, ഒരു നോർമൽ ലൈഫും കിട്ടത്തില്ല. AR Super Speciality Hospital. Your health is our priority.